ഈ പ്രകൃതി നമുക്ക് സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമല്ല. ഈ പ്രകൃതി നമുക്ക് കാട്ടുന്നത് അത്ഭുതകരമായ സൗന്ദര്യമാണ്. കൂടാതെ ചില നിഗൂഢ സത്യങ്ങളും. മൃഗങ്ങളുടെ ജീവിതവും അവയുടെ പരിസ്ഥിതിയും തമ്മിലുള്ള നിർണായകമായ ബന്ധം കാണിക്കുന്നത് 9 രാജ്യങ്ങളിലും 5 രാജ്യങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ആമസോൺ വന്യലോകമാണ്. 1.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ്. ഗ്രഹത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ആമസോൺ. ഇതിൽ ഭൂരിഭാഗവും ഇപ്പോഴും ശാസ്ത്രലോകത്തിന് അജ്ഞാതമാണ്. ലോകത്തിലെ 2ാമത്തെ വലിയ നദിയാണ് ആമസോൺ. ഇതിന്റെ നീളം എന്നത് ഏകദേശം 4000 മൈലോളമാണ്. അതായത് കേരളത്തിന്റെ 138ഓളം ഇരട്ടി വലിപ്പം വരും. 9 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ആമസോൺ 60% ബ്രസീലിലാണ് വ്യാപിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് ജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണിത്. ലോകത്തിലെ അപകടകാരികളായ പല ജീവിവർഗങ്ങളെയും ആമസോണിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിനുപരി കാണാത്ത ഒരുപാട് അത്ഭുത ജീവികളും ആമസോൺ കാട്ടിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. 25 ലക്ഷം പ്രാണിവർഗങ്ങളും 40,000-ത്തിലധികം സസ്യങ്ങളും 2200 തരം മത്സ്യങ്ങളും 3800 പരം ബേർഡ് സ്പീഷീസുകളും 420 തരം സസ്തനികളും 428 തരം ഉഭയജീവികളും 338 ഉരഗങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്തമായ വിവിധ ജീവജാലങ്ങൾ ആമസോൺ കാട്ടിൽ കാണപ്പെടുന്നു. ഇവയെ കൂടാതെ ഒട്ടനവധി നിഗൂഢ ജീവജാലങ്ങൾ ആമസോണിലുണ്ട്. അജ്ഞാതമായി അവ അവിടെ ജീവിക്കുന്നു. ബ്ലാക്ക് കിങ്മാൻ, ജാഗ്വർ, അനക്കൊണ്ട, വാമ്പയർ, പിരാന, പേഴ്സൺ, ഡാർക്ക് ഫ്രോഗ് തുടങ്ങിയ അപകടകാരികളായ ജീവികളും അവയ്ക്ക് പുറമെ ഘോരവനത്തിൽ ജീവിക്കുന്ന വിചിത്രമായ ഗോത്രവർഗങ്ങളും ആമസോൺ കാടുകളിലുണ്ട്. 70 ലക്ഷം കിലോമീറ്ററാണ് ആമസോൺ മഴക്കാടുകളുടെ വലിപ്പം. അതായത് നമ്മുടെ സ്വന്തം ഇന്ത്യയേക്കാൾ 2 ഇരട്ടി വലിപ്പം വരും. അതുകൊണ്ട് ഈ വനം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വനമായി അറിയപ്പെടുന്നത്. ഒട്ടനവധി ജീവിവർഗങ്ങളാൽ സമ്പന്നമാണ് ഈ ആമസോൺ മഴക്കാട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൃഗമാണ് ജാഗറുകൾ. ഒറ്റ കുതിച്ചുചാട്ടം കൊണ്ട് കൊല്ലുന്നവൻ എന്ന അർത്ഥം വരുന്ന ജാഗർ എന്ന തദ്ദേശീയ പദത്തിൽ നിന്നാണ് ജാഗർ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. ഇരയെ കഴുത്തിൽ കടിച്ചു കൊലപ്പെടുത്തുന്ന മാംസബുക്കുകളുടെ സ്വാഭാവിക ശൈലിയിൽ നിന്ന് വിപുലമായി തന്റെ ശക്തമായ പല്ലുപയോഗിച്ച് തലയോട്ടി തകർത്താണ് ഇത് ഇരയെ പിടിക്കുന്നത്. പൂച്ചവർഗത്തിൽ ഏറ്റവും കാഠിന്യമേറിയ താടിയെല്ലും അതിനെ പൊതിഞ്ഞ് ശക്തമായ മാംസപേശികളുമുള്ള മൃഗമാണ് ജാഗ്വർ. അതിനാൽ തന്നെ ജാഗറിന്റെ ബൈറ്റ് ഫോഴ്സ് എന്നത് 1500 PSI ആണ്. ഇത് സിംഹത്തിന്റെ ബൈറ്റ് ഫോഴ്സിന്റെ ഏതാണ്ട് ഇരട്ടിയായി വരും. അതുകൊണ്ട് തന്നെ മുതലകളെയും ആമകളെയും അനായാസം ആഹാരമാക്കുവാൻ ഇവയ്ക്ക് സാധിക്കും. തദ്ദേശീയരായ വനവാസികൾക്ക് പോലും ഭീതി ഉളവാക്കുന്ന ഏക ജീവിവർഗമാണ് ജാഗ്വർ. കൂട്ടം കൂടി ജീവിക്കുകയോ കൂട്ടമായി ഇടപിടിക്കുന്ന രീതി പിന്തുടരുന്നവരോ അല്ല ജാഗറുകൾ. പുള്ളിപ്പുലികളെ പോലെ സാദൃശ്യമുള്ള ജീവിയാണിത്. അതുകൊണ്ട് തന്നെ ആമസോൺ കാട്ടിലെ രാജാവെന്നാണ് ജാഗറുകളെ വിളിക്കുന്നത്. ആമസോൺ കാടുകളിൽ കണ്ടുവരുന്ന മറ്റൊരു ജീവിവർഗമാണ് ബുൾ ഷാർക്ക്. ഉഷ്ണമേഖലാ കടൽ തീരങ്ങളിലും ആമസോൺ വനത്തിലും കാണപ്പെടുന്ന ആക്രമണകാരികളായ ഒരിനം സ്രാവുകളാണ് ബുൾ ഷാർക്കുകൾ. കാളയുടേതുപോലെയുള്ള മുഖവും ആക്രമണ സ്വഭാവവും കാരണമാണ് ഇവയ്ക്ക് ബുൾ ഷാർക്ക് എന്ന പേര് ലഭിച്ചത്. മത്സ്യങ്ങൾ, മറ്റു സ്രാവുകൾ, ഡോൾഫിനുകൾ തുടങ്ങിയവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. കൂടാതെ ഇവയ്ക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ സാധിക്കും. ഗവേഷകർ പറയുന്നതനുസരിച്ച് ഭൂമിയിലെ ഏറ്റവും അപകടകാരികളായ ഷാർക്കുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട സ്രാവ് വർഗമാണിവ. കൂടാതെ ഇവയ്ക്ക് ഉപ്പുവെള്ളത്തിലും ശുദ്ധജലത്തിലും ഒരുപോലെ ജീവിക്കാൻ സാധിക്കും. ഇവയുടെ മുമ്പിൽ പെടുന്ന എന്തിനേയും ഇവ ആക്രമിക്കും. സ്വന്തം കുഞ്ഞുങ്ങളെ വരെ ഇവ ആഹാരമാക്കാറുണ്ട്. അതിനാൽ തന്നെ ഇവയുടെ മുന്നിൽ മനുഷ്യർ പെട്ടാൽ മനുഷ്യരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നതിൽ സംശയമില്ല. ആമസോൺ കാടുകളിൽ കണ്ടുവരുന്ന മറ്റൊരു ജീവിവർഗമാണ് ഹാർപ്പി ഈഗിൾ.
വലിപ്പം കൊണ്ട് പരുന്തുകളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള പരുന്തുകളാണ് ഹാർപ്പി ഈഗിളുകൾ. ആമസോണിലെ ഏറ്റവും അപകടകാരികളായ പക്ഷികളാണിവ. 7 അടിയോളം നീളമുള്ള ചിറകുകളും 10 കിലോക്കടുത്തുള്ള തൂക്കവുമുള്ള ഭീമരാണിവർ. ഈ ഇനത്തിൽ പെൺവർഗത്തിന്റെ കാൽപാദങ്ങൾക്ക് മനുഷ്യരുടെ കൈപ്പത്തിയുടെ അത്രയും വലുപ്പമുണ്ടാകും. നഖങ്ങളാണ് ഹാർപ്പി ഈഗിളുകളുടെ പ്രധാന ആയുധം. വലിയ കുരങ്ങുകളെ പോലും മരത്തിൽ നിന്ന് റാഞ്ചിയെടുത്ത് കൊണ്ടുപോവാൻ പറ്റുന്നവരാണ് ഈ കൂട്ടർ. കൂർത്ത് വളഞ്ഞ നഖങ്ങൾ കൊണ്ടുള്ള പിടുത്തത്തിൽ നിന്ന് മൃഗങ്ങൾക്ക് രക്ഷപ്പെടാൻ അസാധ്യമാണ്. നഖങ്ങൾക്ക് തൊട്ടു പിറകിലായി അതീവ ശക്തിയായ മാംസപേശികളാണുള്ളത്. അതിനാൽ തന്നെ ഇരയെ പിടിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ താഴെ വീണു പോവാതെ ബലമായി പിടിച്ചു വെക്കാൻ ഇവയ്ക്ക് സാധിക്കും. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിൽ പറന്നാണ് ഹാർപ്പി ഈഗിളുകളുടെ ഇരപിടുത്തം. മറ്റൊരു അത്ഭുത ജീവിയിലേക്ക് പോകാം. Then welcome back to Nimmy's vlog. ബ്ലാക്ക് കെയ്മാൻ അലിഗേറ്റർ വിഭാഗത്തിൽപ്പെടുന്ന ജീവിയാണ് ബ്ലാക്ക് കെയ്മാൻ. ഇവയ്ക്ക് 20 അടി നീളവും 480 ഗ്രാമോളം ഭാരവും ഉണ്ടാകാറുണ്ട്. വളരെ ബുദ്ധി കൂടിയ ഒരു ജീവിവർഗമാണ് ഇക്കൂട്ടർ. ഇവയ്ക്ക് 50 മുതൽ 8 വർഷം വരെ ജീവിക്കുവാൻ സാധിക്കും. പിരാന മത്സ്യങ്ങളെയും കാറ്റ്ഫിഷുകളെയുമാണ് ഇവ ഭക്ഷണമാക്കാറുള്ളത്. പക്ഷെ വിശന്നിരിക്കുകയാണെങ്കിൽ മുമ്പിൽ കാണുന്ന എന്തിനേയും അകത്താക്കും. അതുകൊണ്ട് തന്നെ ആമസോൺ കാട്ടിലെ ഏറ്റവും അപകടകാരിയായ ജീവികളിൽ ഒന്നായി ഇതിനെ കാണാം. ഇവ മനുഷ്യരെയും ആക്രമിക്കാറുണ്ട്. 2008 ജനുവരി മുതൽ 2013 ഒക്ടോബർ വരെയുള്ള കാലയളവിൽ 43 മനുഷ്യരെ ബ്ലാക്ക് കെയ്മാൻ ആക്രമിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു അത്ഭുത ജീവിയാണ് പോയ്സൺ ഡാർക്ക് ഫ്രോഗ്. തെക്കേ അമേരിക്കയിലും മധ്യ അമേരിക്കയിലും മഴക്കാടുകളിലാണ് ഇവ കണ്ടുവരാറുള്ളത്. ശത്രുക്കളിൽ അടുത്തു വരാതിരിക്കാനുള്ള സൂത്രമാണ് പോയ്സൺ ഡാർക്ക് ഫ്രോഗുകളുടെ ഈ വ്യത്യസ്ത നിറങ്ങൾ. 175 തരം പോയ്സൺ ഡാർക്ക് ഫ്രോഗുകൾ കോസ്റ്റാറിക്ക മുതൽ ബ്രസീലിലെ മഴക്കാടുകളിൽ കഴിഞ്ഞു വരുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈച്ച, പ്രാണി, ചിലന്തി എന്നിവയാണ് ഇവയുടെ ഭക്ഷണം. ഈ ഫ്രോഗ് അത്ര നിസ്സാരക്കാരനല്ല. കാരണം ചെറുതാണെങ്കിലും ഇതിന്റെ വിഷം പുറത്തു വരുന്നത് ത്വക്കിലൂടെയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിഷമുള്ള ജീവികളുടെ പട്ടികയിൽ പോയ്സൺ ഡാർക്ക് ഫ്രോഗും ഉണ്ട്. ഗോൾഡൻ പോയ്സൺ ഡാർക്ക് ഫ്രോഗിന്റെ വിഷം 10 മുതിർന്ന മനുഷ്യരെ വരെ കൊല്ലാൻ ആവുമെന്ന് പഠന റിപ്പോർട്ട് പറയുന്നു. ആമസോൺ കാടുകളിലെ മറ്റൊരു പ്രധാനപ്പെട്ട ജീവിവർഗമാണ് അനാക്കോണ്ട. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പാമ്പുകളിൽ ഒരിനമാണ് അനാക്കോണ്ട. പ്രധാനമായും ബ്രസീൽ, ഗയാന എന്നിവിടങ്ങളിലെ ചതുപ്പ് നിലങ്ങളിലും ആമസോൺ വനങ്ങളിലുമാണ് ഇവയെ കണ്ടുവരുന്നത്. അനാക്കോണ്ടയ്ക്ക് പച്ച കലർന്ന തവിട്ട് നിറമാണുള്ളത്. മറ്റു പാമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന്റെ തല പരന്നതും കറുപ്പ് നിറത്തിലുമായിരിക്കും. ആളൊരു ഭീകരനാണെങ്കിലും വിഷമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവയ്ക്ക് വിഷപ്പല്ലുകളില്ല. അനാക്കോണ്ടകൾ മാംസഭോജികളാണ്. മറ്റു മൃഗങ്ങളെയാണ് ഭക്ഷിക്കുക. തനിക്ക് പിടിക്കാൻ കഴിയുന്നതെന്തും അനാക്കോണ്ട പിടിക്കും. ചെറിയ സസ്തനികൾ, ഉരകങ്ങൾ, പക്ഷികൾ, മത്സ്യം എന്നിവ ഇതിന്റെ ആഹാരത്തിൽപ്പെടുന്നു. വലിയ അനാക്കോണ്ടകൾ മാന്, കാട്ടുപന്നി, കാപ്പിരിവാര തുടങ്ങിയ ജീവികളെ ഭക്ഷിക്കും. താടിയെല്ലുകളിൽ പ്രത്യേക അസ്ഥിബന്ധങ്ങൾ ഉള്ളതിനാൽ അവയ്ക്ക് എത്ര വലിയ മൃഗത്തെയും എളുപ്പത്തിൽ വിഴുങ്ങാൻ സാധിക്കും. അനാക്കോണ്ടകൾ 20 മുതൽ 30 അടി വരെ വളരും. ഇവയ്ക്ക് 500 പൗണ്ടിലധികം ഭാരവും ഉണ്ടാകാറുണ്ട്. ഈ അനാക്കോണ്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. തലയ്ക്ക് മുകളിലാണ് കണ്ണ്. അതുകൊണ്ട് തന്നെ ഇരയെ പെട്ടെന്ന് കാണാനും സാധിക്കുന്നു. ആമസോൺ കാടുകളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രത്യേകതരം ജീവിവർഗമാണ് ഇലക്ട്രിക് ഈൽ. മീൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈൽ എന്ന മീനിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവണം. മലയാളത്തിൽ ഇതിനെ ആരൽ എന്നാണ് പറയുക. എന്നാൽ ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ആരലുകൾ സാധാരണ ആരലുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. പേര് പോലെ തന്നെ ഈ ഈലിന്റെ ശരീരത്തിൽ കറന്റ് പ്രവഹിക്കുന്നുണ്ട്. ഇതിന് മനുഷ്യനെ വരെ കൊല്ലുവാനുള്ള ശക്തിയുണ്ട്.
ഈ അടുത്തിടെ ശാസ്ത്രജ്ഞന്മാർ ഇലക്ട്രിക് ഈലുകളിൽ ഒരു പരീക്ഷണം നടത്തി. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവർ കണ്ടെത്തിയത്. 860 വോട്ട് കറണ്ട് വരെ ഇവയ്ക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ മീൻ കറണ്ട് ഉപയോഗിച്ച് മറ്റു ജന്തുക്കളെ കൊല്ലുന്ന പട്ടികയിൽ 1ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരേ ഒരു മത്സ്യം ഇലക്ട്രിക് ഈലാണ്. ആമസോൺ കാട്ടിൽ കണ്ടുവരുന്ന മറ്റൊരു അത്ഭുത മത്സ്യമാണ് ജയന്റ് ഓട്ടർ. ഒരു പക്ഷേ ജയന്റ് മത്സ്യത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ വലിയ ഓട്ടർ മത്സ്യങ്ങളെ ആമസോണിൽ മാത്രമാണ് കാണാൻ സാധിക്കുക. കാഴ്ചയിൽ വളരെ അപകടകാരിയാണെന്ന് തോന്നുമെങ്കിലും മനുഷ്യനെ കൊല്ലാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. ആമസോണിൽ കാണുന്ന ഓട്ടറുകൾക്ക് 6 അടി നീളമുണ്ട്. സാധാരണയായി ഇവ മറ്റു മത്സ്യങ്ങളെയാണ് ഭക്ഷണമാക്കുന്നത്. എന്നാൽ ചിലപ്പോഴൊക്കെ പാമ്പുകളെയും മറ്റും ആഹാരമാക്കാറുണ്ട്. സ്വന്തമായി ഇരപിടിക്കാനുള്ള കഴിവുള്ള ജീവികളുടെ കൂട്ടത്തിലാണ് ജയന്റ് ഓട്ടറും ഉൾപ്പെടുന്നത്. ഈ മത്സ്യത്തിന് കരയിൽ 8 മിനിറ്റോളം ജീവൻ നിലനിർത്താൻ കഴിയും. പക്ഷേ ഈ മീനുകൾ എണ്ണത്തിൽ വളരെ കുറവാണ്. അടുത്തിടെ വന്ന കണക്കുകൾ അനുസരിച്ച് 5000-ൽ താഴെ മാത്രമേ ജയന്റ് ഓട്ടർ മീനുകൾ ഭൂമിയിൽ ജീവിച്ചിരിപ്പുള്ളൂ. ആമസോൺ കാടുകളിൽ കണ്ടുവരുന്ന മറ്റൊരു മത്സ്യവർഗമാണ് പിരാന. ആമസോൺ കാടുകളിലെ മറ്റൊരു അപകടകാരിയായ മീൻവർഗം. കാഴ്ചയിൽ ഇവ ചെറുതാണെങ്കിലും വളരെ വലിയ മത്സ്യങ്ങളെക്കാൾ അപകടകാരികളാണിവ. സൗത്ത് അമേരിക്കയിൽ ഇവയെ കണ്ടിട്ടുണ്ടെങ്കിലും കൂടുതൽ കാണപ്പെടുന്നത് ആമസോൺ നദിയിലാണ്. ഇവ എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ടാണ് കാണപ്പെടുന്നത്. മറ്റ് ജീവികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇവർ ഇത്തരത്തിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇരയെ കണ്ടാൽ അവരെ കൂട്ടത്തോടെ ആക്രമിക്കുകയാണ് ഈ മീനുകൾ ചെയ്യുന്നത്. എന്നാൽ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. എന്തെന്നാൽ മുന്നിൽ കാണുന്ന എന്തിനേയും പിരാന മത്സ്യങ്ങൾ ആക്രമിക്കുമെന്ന്. എന്നാൽ ചത്തുകിടക്കുന്നതോ പരിക്കേറ്റതോ ആയ ജീവികളെയാണ് പിരാന മത്സ്യങ്ങൾ സാധാരണയായി ആക്രമിക്കുന്നത്. മറ്റൊരു പ്രധാന മത്സ്യവർഗമാണ് വാമ്പയർ ഫിഷ്. പിയേര എന്ന പേരിലും അറിയപ്പെടുന്ന മീനാണ് വാമ്പയർ ഫിഷ്. ആമസോൺ നദിയിൽ കാണപ്പെടുന്ന അപകടകാരികളായ ജീവികളിൽ ഒന്നാണ് ഈ വാമ്പയർ ഫിഷ്. ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ മീനുകളുടെ കൂട്ടത്തിൽ ഈ വാമ്പയർ ഫിഷുമുണ്ട്. ഇവയ്ക്ക് വളരെ മൂർച്ചയുള്ളതും വലുതുമായ 2 പല്ലുകളുണ്ട്. അതുകൊണ്ടാണിവ വാമ്പയർ ഫിഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. Then I will stop and see you again. Bye.